അടിമകൾക്ക് അള്ളാഹു മാത്രം പോരെ എന്ന ആശയം വരുന്ന ഒരു ആയത്തുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശിർക്കാണ്, സുന്നികൾ ചെയ്യുന്നത് ശിർക്കാണ്, ബിദ്അത്താണ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു, മടവൂര് പോയി സിയാറത്ത് ചെയ്യുന്നു, അവരോട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യും, പടച്ചവനോട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇവിടെ ഇവർ പറയുന്നത് അടിമകൾക്ക് അള്ളാഹു പോരെ എന്ന ആയത്തുണ്ടല്ലോ, അള്ളാഹുനോട് മാത്രം വരുന്നാൽ മതി, അള്ളാഹുനോട് മാത്രം സഹായം ചോദിച്ചാൽ മതി. എന്താണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത്? അങ്ങനെ വെക്കുകയാണെങ്കിൽ അലൈഹിസ്സലാഹു ബികാഫിൻ, അടിമകൾക്ക് അള്ളാഹു മതിയല്ലോ എന്ന് വെക്കുകയാണെങ്കിൽ ഇവിടെ അള്ളാഹുവിനെ മതി. അതെ, അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു സഹായം നമ്മൾ ആരോടും ചോദിക്കരുത്, നമ്മൾ വാഹനം ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് റേഷൻ കടയിൽ പോകരുത്, അള്ളാഹു മതിയല്ലോ അള്ളാഹു ചോദിക്കണം. അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കേണ്ടതില്ല, അള്ളാഹു ചോദിക്കണം, അള്ളാഹ് എനിക്ക് പൈസ കൊണ്ടുപോയി നമ്മൾ പറയണം. അങ്ങനെ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അവർ പറയും, എന്താണ് ഈസ പറയുന്നത്? വളരെ പൊട്ടത്തരം, ജീവിച്ചിരിക്കുമ്പോൾ പറ്റും, ഭൗതികമായിട്ടുള്ള സഹായത്തേട്ടം പറ്റും എന്ന് അവർ പറയും. എവിടെയാണ് അലൈഹിസ്സലാഹു ബികാഫിൻ എന്ന ആയത്തിന്റെ ഏതെങ്കിലും ഒരു തഫ്സീർ, ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ, അബൗദികയാണെങ്കിൽ ഇങ്ങനെ? ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളുടെയും അതുപോലെ തന്നെ എല്ലാ സുന്നികളുടെയും വിശ്വാസം അടിമകൾക്ക് അള്ളാഹു മതി എന്നുള്ളതാണ്. അത് മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും, നമ്മുടെ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തും അതുപോലെ സഹാബകളുടെ ഔലിയാക്കളുടെ ആരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും, നമ്മൾ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടും ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടും നമ്മൾ അവരോടല്ല ചോദിക്കുന്നത്, നേരിട്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മീഡിയ സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കാതിരിക്കാം, ഇങ്ങനെ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു വാദമില്ല. ആദം അലൈഹിസ്സലാമിന്റെ ദുആയിലെ ഖുർആനിൽ ഏതെങ്കിലും ഒരു നബിയുടെ ദുആ റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നിങ്ങനെ അല്ലാതെ അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? മുൻകഴിഞ്ഞ നബിമാരോടുണ്ടോ? സാലിഹുകളോടുണ്ടോ? റബ്ബല്ലാത്ത മറ്റാരോടെങ്കിലും ഉണ്ടോ? നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? സഹാബത്തിൽ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ച ചരിത്രമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പോലും ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവരതാ ശത്രുക്കളുടെ കയ്യിൽ ബന്ദികളാക്കി പിടിക്കപ്പെടുകയാണ്, അവരെ കൊല്ലാൻ വരികയാണ് ശത്രുക്കൾ. അവരതാ അല്ലാഹുവോട് തേടുകയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുവേ ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ കാര്യം നിന്റെ നബിയെ നീ അറിയിക്കണമേ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്, അവിടുന്ന് ഹയാത്തോടെ മദീനയിലുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിൽ നിന്ന് വഴിതെറ്റിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലാഹുവിന്റെ ഔലിയാ എന്ന് പറയപ്പെടുന്നവരെ വിളിച്ചു തേടുന്ന അത്യന്തം ദുരന്തപൂർണ്ണമായ സ്ഥിതിയിലല്ലേ ഈ ഉമ്മത്ത് എത്തിയിട്ടുള്ളത്? മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടുന്ന വരികൾ, മറ്റുള്ള ഔലിയാ എന്ന് പറയപ്പെടുന്ന ആളുകൾ വിളിച്ചു തേടുന്ന വരികൾ, അതത് ആളുകൾ അർത്ഥമറിഞ്ഞു അറിയാതെയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് തെറ്റായി ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചുകൊണ്ട് തെളിവുദ്ധരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതൊക്കെ എത്ര പരിതാപകരമായ സ്ഥിതിയാണ്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത്, അള്ളാഹുവിനോട് മാത്രം തേടുക എന്നത് അത് നബിമാരുടെ മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ വഴിയാണത്. ഏറ്റവും നല്ല മുൻഗാമികളുടെ, ഈ ഉമ്മത്തിലെ സച്ചരിതരായ മുൻഗാമികളുടെ മാതൃകയാണത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത്. അള്ളാഹു നിനക്ക് സഹോദര ഉത്തരം വാഗ്ദാനം നൽകിയിരിക്കുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അള്ളാഹു പറയുകയാണ്, ഓ നബിയെ, എന്റെ അടിമകൾ താങ്കളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉള്ളവനാണ്, ഞാൻ അവരുടെ സമീപ